അവന്റെ പാട്ടും കൂത്തും പ്രേമമൊക്കെ അസലായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാർ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്രയും ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയുന്നതുകൊണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം വേറൊന്നുമല്ല, ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവര് അത് സേവ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എന്റെ കാസറ്റ് ആൾക്ക് അയച്ചു കൊടുത്തിട്ട് ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം. ഞാൻ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ പോലെ ബംഗ്ലാദേശ് വെടിവെപ്പ് കാലത്ത് ഒളിവിൽ കഴിഞ്ഞപ്പോഴുണ്ടായതാണോ? നോർമലി ഉള്ള മെസ്സേജസും കാര്യങ്ങളായിരുന്നു. അപ്പൊ പെട്ടെന്ന് വാനിഷ് മോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഓണായപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കൈ തട്ടിയിട്ടാണ് വാനിഷ് മോഡ് ഓണായത് എന്നുള്ളത്. അപ്പൊ വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ. നീ എന്റെ മാനം കളയരുത്. നമ്മളൊന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാനിഷ് മോഡ് ഓഫ് ആവും. അപ്പൊ ആൾ എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. നമ്മൾ ഈ ആഗ്രഹിച്ചത് കിട്ടാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമ്പോഴുള്ള ദാമ്പത്യ പ്രശ്നങ്ങളാണ്. പിന്നെയും ആള് വാനിഷ് മോഡ് എന്തോ ഓൺ ചെയ്തതാണ്. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. ഇങ്ങോട്ടേക്കും ഒരു രീതിയിലുള്ള മെസ്സേജസോ കാര്യങ്ങളോ വന്നിട്ടുമില്ല. കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ. നമുക്ക് ഒരാൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് കുറച്ച് ചാറ്റ് കുറച്ച് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അവരുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളത്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. നിങ്ങളെ ഇഷ്ടപ്രകാരം പോവുകയും ചെയ്ത് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്ത് ആളിപ്പോൾ ഒരു ലെവലിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പുറത്തു വിടുന്നതോടെ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അധികം നൂറ്റാൻ നോക്കരുത്. നിന്റെ അതിബുദ്ധി ഇവിടെ നടക്കില്ല നാരായണക്കുട്ടി. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറഞ്ഞത്. രണ്ടാൾക്കാരും ഇവിടെ തെറ്റുകാരാണ്. ഒരാളെ മാത്രം തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. അജ്മൽ അമീർ തെറ്റുകാരാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ആ കുട്ടി, എക്സ് ആയാലും വൈ ആയാലും ആ പറയുന്ന കുട്ടി തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എല്ലാം കഴിഞ്ഞിരുന്നിട്ട് അയ്യോ എന്നെ അജ്മൽ അമീർ അങ്ങനെ പറഞ്ഞേ, എന്റെ മാനം എന്റെ മര്യാദ എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. പോര കത്തുമ്പോ വാഴ വെട്ടാൻ പോയാലേ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ സംഗതി നേരെ ഉൾട്ടായല്ലോ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ